നമ്മുടെ നാട്ടുകാരനും എന്താ പറയുക ജനസേവകനും എല്ലാ ആദരണീയനുമാണ് പാറക്കൽ. അയാൾ മന്ത്രിയാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഓർപ്പിച്ചത്. പക്ഷെ ആ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ മന്ത്രി തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, സംസ്ഥാന സെക്രട്ടറിയാണ് പാറക്കൽ അബ്ദുള്ള. ഒരു ജനകീയനായ നേതാവാണത്. എല്ലാവർക്കും ജാതി മത ഭേദമന്യേ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. എന്നാൽ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പാറക്കൽ മന്ത്രിയാകുമെന്നായിരുന്നു. പക്ഷേ യാദൃശ്ചികമായി ആ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയത് 2.5 വർഷമാണ് മന്ത്രിയാകാനുള്ള ചാൻസ് ഉള്ളത്. വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും അത് നെഞ്ചിലേറ്റിയിട്ടുള്ളത്. പക്ഷേ പാറക്കലിനെ ഞങ്ങൾ MLA ആയിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും മന്ത്രിയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു വരവേൽപ്പ് ഞങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഏറാമല പഞ്ചായത്തുകാരനായിട്ടുള്ള ബഹുമാന്യനായ കുറ്റ്യാടിയുടെ പ്രിയങ്കരനായ MLA പാറക്കൽ അബ്ദുള്ള സാഹിബിന്റെ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. സന്തോഷത്തോടു കൂടിയുള്ള അദ്ദേഹത്തെ സ്വീകരിക്കുന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതാണ് ഞങ്ങളെല്ലാം. വളരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഈ വിജയം വളരെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. ഓ തീർച്ചയായും പ്രയാസമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് തങ്ങള് ഒരു 2.5 വർഷത്തിന് ശേഷമുള്ള ഒരു ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞങ്ങള്. അദ്ദേഹത്തിന് തീർച്ചയായും അർഹതപ്പെട്ട ഒരാളായിരുന്നു പാറക്കല്. വലിയ പ്രയാസമുണ്ട്. വടകരയില് ആവേശോജ്വലമായ സ്വീകരണം എന്ന് പറയുന്നത് 10 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ചു. കേരളത്തിൽ ഒരു പുതുയുഗ പിറവിക്ക് തുടക്കം കുറിച്ചതിന്റെ ആഘോഷം കേരളം മുഴുക്കം നടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് കുറ്റ്യാടിയിലെയും വടകരയിലും ഒക്കെ ജനങ്ങൾ എന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചത്. അത് എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരു ജനവികാരം, ആ വികാരം പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ മത്സരിച്ചത് UDF-ന്റെ ദുർഭരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ LDF-ന്റെ ദുർഭരണം അവസാനിപ്പിച്ചത് അതിന് എന്നെയാണ് കുറ്റ്യാടി നിയോഗിച്ചത്. ആ കുറ്റ്യാടിയിൽ മന്ത്രിയാകാൻ വേണ്ടിയല്ല പാർട്ടി എന്നെ നിയോഗിച്ചത്, മത്സരിക്കാൻ വേണ്ടിയാണ്. മത്സരിച്ചു. UDF-ന്റെ പ്രവർത്തകന്മാർ എന്നെ കുറ്റ്യാടി ജയിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ തവണ ആദ്യം 2016 പാർട്ടി എനിക്ക് ടിക്കറ്റ് എന്ന് ഞാൻ മത്സരിച്ചു, ജയിച്ചു. ഈ 2021 ചെറിയ വോട്ടിന് ഞാൻ തോറ്റു. വീണ്ടും എനിക്ക് പാർട്ടി ടിക്കറ്റ് തന്നു, ഞാൻ ജയിച്ചു. ഞാൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു വന്നതാണ്. മന്ത്രിയാകാൻ വേണ്ടിയല്ല മത്സരിച്ചത്.